സ്റ്റിയറിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് തന്നെ വണ്ടി നിൽക്കുന്നുണ്ടോ. അതിനുശേഷം മാത്രമേ നിങ്ങൾ ചെറിയ റോഡുകളിലോ വളവുകളിലോ അല്ല തിരക്കുകളിലോ ഒക്കെ വാഹനം ഇറക്കാം. നമ്മൾ ആദ്യമേ ആ ഒരു ഭാഗങ്ങളിലൊക്കെ ചെന്ന് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു തിരക്കുകളിൽ ചെന്നാലും പെട്ടെന്ന് നമ്മളൊരു വണ്ടിയെ വെട്ടിക്കേണ്ടതുണ്ട്, പെട്ടെന്ന് ഇങ്ങോട്ട് തിരിക്കേണ്ടത്. അപ്പൊ ഇത്തരം രീതിയിൽ നമ്മുടെ കൈ ആ സമയത്ത് എന്ത് ചെയ്തില്ല, വഴക്കം വരുത്തില്ല. പെട്ടെന്ന് അവരുടെ കൈ ലൂസ് ആകുന്നില്ല. കാരണം ബലത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ തിരിച്ചാൽ വരുമെന്നുള്ളത്. കാരണം ആ ഒരു ബോധ്യം തുടക്കക്കാരൻ എത്തുന്നില്ല, അവരെ സംബന്ധിച്ചോളം പെട്ടെന്ന് കിട്ടുകയില്ല. അവരെ തിരിക്കണം എന്നറിയാം, പക്ഷെ അവരുടെ കൈ എന്ത് ചെയ്തില്ല, തിരിയത്തില്ല ആ സമയത്ത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിറങ്ങി ഇങ്ങനെ പിടിക്കാൻ ആ സമയത്ത് നമുക്ക് എത്രത്തോളം തിരിച്ചെന്നോ എന്താണ് ചെയ്തുകൊണ്ടാണ് തിരിഞ്ഞു വന്നതെന്ന് അവർക്കൊരു ബോധ്യം കിട്ടാത്തതുകൊണ്ടാണ് പലർക്കും ആ ഒരു ബാലൻസ് ഒന്നും കിട്ടാത്തില്ല. അപ്പൊ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. അതായത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അറിയാവുന്ന ആരും ഇത് കാണണ്ട, കാരണം നിങ്ങൾക്ക് അറിയാം കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതേസമയത്ത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം ഒരു ഏറ്റവും വെല്ലുവിളിയാണ് ഒരു സ്റ്റിയറിംഗിന്റെ ബാലൻസ് എങ്ങനെയാണ് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക, എന്തൊക്കെ ചെയ്താൽ കൃത്യമായിട്ട് പഠിക്കാം, അതുപോലെ തന്നെ എങ്ങനെ കൈ പിടിക്കണം എന്നൊരു ധാരണ കൃത്യമായിട്ട് അവർക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്തതിനെ കാണുക. നമ്മുടെ ചാനൽ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റയും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്ക് കാണുന്നവർ അല്ലെങ്കിൽ ഇൻസ്റ്റ കാണുന്നവർ യൂട്യൂബ് കാണണ്ടെന്നല്ല പറഞ്ഞത്, യൂട്യൂബ് കാണുന്നവർ ഫേസ്ബുക്ക് കാണണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാം കണ്ടാലും സന്തോഷം. അപ്പൊ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ രണ്ടും കൂടി ചെയ്താലും നല്ലത് തന്നെ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, അതായത് നിങ്ങൾക്ക് ലൈസൻസും ഉണ്ട്, വാഹനം വീട്ടിലുണ്ട്, സ്വന്തം വണ്ടി വീട്ടിലുണ്ടെങ്കിലും സ്വന്തം വാഹനത്തിൽ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്, പക്ഷെ പേടി. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടുപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കോ എന്നൊക്കെ പറയും. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ 70-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് വാഹനം വീട്ടുണ്ടായിട്ട് എന്തുകൊണ്ട് പേടിച്ചിരിക്കും? നിങ്ങൾക്ക് വാഹനം ഓടിക്കണം, എന്റെ ജില്ല ഏതാണ് കരുതണ്ട. പലരും ചോദിക്കാറുണ്ട്, എന്റെ ജില്ലയിൽ വരുമോ, എന്റെ ജില്ലയിൽ വരുമോ. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന് ഇടയിലുള്ള ഏത് ജില്ലയിലിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഞാൻ പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതലും ഒരു വാഹനം ഓടിച്ച് തുടങ്ങുന്ന തുടക്കക്കാർ ഒരു പ്രശ്നമാണ് സ്റ്റിയറിംഗിന്റെ ബാലൻസ് എന്നുള്ളത്. എങ്ങനെയാണ് സ്റ്റിയറിംഗിൽ കറക്റ്റായിട്ട് കൈ പിടിക്കേണ്ടത് ഞാൻ ആദ്യം പറയാം. നിങ്ങളൊരു അടയാളത്തിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് പിടിക്കേണ്ടതായിട്ടില്ല. അതായത് ഇതായിട്ട് പലരും ചെയ്യാറുണ്ട്. അതായത് 9.25 പിടിച്ചാൽ മതി, അല്ലെങ്കിൽ 10-10 പിടിച്ചാൽ മതി, അല്ലെങ്കിൽ 8-20 പിടിച്ചാൽ മതി എന്നൊക്കെ. നമുക്ക് 2 കൈയും സ്റ്റിയറിംഗിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരടയാളത്തിൽ പിടിച്ചാൽ നമുക്കൊരു വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരിക്കാനുണ്ട്. സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം തിരിക്കാനാണെന്ന് അറിയാം. അത് 9.25 പിടിച്ചു കഴിഞ്ഞാൽ 9.25 രീതിയിൽ തന്നെ അതായത് ഈ ഒരു രീതിയിലുള്ള തിരിവ് മാത്രമേ നമുക്ക് നടക്കത്തുള്ളൂ. കാരണം ഇതിൽ കൂടുതൽ തിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൈ ഒടിഞ്ഞു പോകും. അതേപോലെ തന്നെ ഈ 10-10 പിടിച്ചാലും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. നമുക്ക് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിക്കാറുണ്ട്. പറഞ്ഞ ഇതിപ്പോ 9.25 അല്ല, 10-10 അല്ല, അതുപോലെ തന്നെ 8-20 അല്ല. നമ്മൾ 2 കൈയും സ്റ്റിയറിംഗിൽ വന്നു കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ തിരിയുമ്പോഴേ അത് വളയത്തുള്ളൂ. കണ്ടില്ലേ? അപ്പൊ നമുക്കൊരു കൈ 2ഉം സ്റ്റിയറിംഗിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അത് മാറ്റി പിടിക്കാനുള്ളതാണ്. അതായത് 9.25 അല്ലെങ്കിൽ 10-10 വെച്ച് പിടിച്ച് നമ്മൾ ഒരു വണ്ടി ഓടിക്കാൻ നമുക്ക് അവിടെ നമ്മൾ കൈ നിന്തിരുന്നില്ല. ആ സമയത്ത് നമുക്ക് തിരിക്കേണ്ട സമയത്ത് നമ്മൾ കൈ മാറില്ല, നമുക്ക് പ്രയാസമായിട്ട് വരും. ആ പേടി തോന്നും അന്നേരം. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിലൊക്കെ കണ്ടും കേട്ടും ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് കൂടുതലായിട്ട് കിട്ടാത്തതിന്റെ കാരണം. പിന്നെ നിങ്ങൾ ഈ ഒരു രീതി നിങ്ങൾ ചെയ്യണ്ട. ഇതെങ്ങനെയാണ് ബാലൻസ് ആകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല പ്ലെയിൻ ആയ സ്ഥലങ്ങൾ ചെയ്തു. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് വീഡിയോ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും പലരും വന്ന് ഈ സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കുന്നുണ്ടാണ്. കാരണം ഒരു പ്രാവശ്യം കണ്ട അല്ലെങ്കിൽ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളവർ പിന്നെ കാണുമ്പോൾ ചോദിക്കും, ഇതെന്താ പിന്നെ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിക്കും. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ പോലും പലരും കണ്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കും അവർ കമന്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ്, ഇതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു ബാലൻസ് കൃത്യമായിട്ട് എങ്ങനെയാണ് കിട്ടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല പ്ലെയിൻ ആയ സ്ഥലങ്ങളിൽ ചെന്നിട്ട് നമ്മൾ ഓരോ കയ്യിലും ഒന്ന് ഓടിച്ചോടി നോക്കുക, നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ടോ വണ്ടി. കണ്ടില്ലേ? അപ്പൊ ഈ ഒരു വണ്ടി ഇങ്ങനെ ഈ കൈ നിൽക്കുന്നുണ്ട്, എത്രത്തോളം ഈ ഒരു കൈ കിടന്ന് തിരിയുന്നുണ്ട്.
അതുപോലെ അപ്പൊ നമുക്ക് ഒരു ഗ്രൗണ്ടിലോ കാര്യങ്ങളൊക്കെ നമുക്ക് തട്ടാനില്ല, മുട്ടാനില്ല, നമുക്ക് പേടിക്കണ്ട, ആളിനെ ശ്രദ്ധിക്കണ്ട. അപ്പൊ അഥവാ നമുക്ക് സ്വല്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ വന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യം ഒന്നുമില്ല. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓരോ കൈ കൊണ്ടും ഒന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഗിയറിലേക്ക് ഒരു കൈ വെച്ചുകൊണ്ട് നിങ്ങൾ കൈ നിവർത്തി പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് കറക്കി നോക്കുക. ചിലപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ പെട്ടെന്ന് തിരിഞ്ഞു വരുന്നില്ല. അപ്പൊ ആ സമയത്ത് പലരും എന്ത് ചെയ്യും, പെട്ടെന്ന് പേടിച്ച് ഇറങ്ങി കയറി ഉറവ് പിടിക്കും. അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ ആ ഒരു എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്താൽ വരുമെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടാതെ വരും. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുറച്ച് നേരം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ ഒരു പ്ലെയിനായ സ്ഥലങ്ങളിൽ നിന്നും, അതായത് നിരപ്പായ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിൽ ചെന്ന്, വലിയ തിരക്കൊന്നും ഇല്ലാത്ത വലിയ വീതിയുള്ള റോഡുകളിൽ ചെന്നിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. സ്റ്റിയറിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് തന്നെ വണ്ടി നിൽക്കുന്നുണ്ടോ. അതിനുശേഷം മാത്രമേ നിങ്ങൾ ചെറിയ റോഡുകളിലോ വളവുകളിലോ ഒക്കെ അല്ല തിരക്കുകളിലോ ഒക്കെ വാഹനം ഇറക്കാം. നമ്മൾ ആദ്യമേ ആ ഒരു ഭാഗങ്ങളിലൊക്കെ ചെന്ന് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ. കാരണം ഒരു തിരക്കുകളിൽ ചെന്നാലും പെട്ടെന്ന് നമ്മളൊരു വണ്ടിയെ വെട്ടിക്കേണ്ടതുണ്ട്, പെട്ടെന്ന് ഇങ്ങോട്ട് തിരിക്കേണ്ടത്. അപ്പൊ ഇത്തരം രീതിയിൽ നമ്മുടെ കൈ ആ സമയത്ത് എന്ത് ചെയ്തില്ല, വഴക്കം വരുത്തില്ല. പെട്ടെന്ന് അവരുടെ കൈ ലൂസ് ആകുന്നില്ല. കാരണം ബലത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ചെയ്ത് വരുമ്പോഴേ നമ്മുടെ കൈ അയയത്തുള്ളൂ. ആ കൈ അയഞ്ഞൊരു ബാലൻസ് ആകത്തുള്ളൂ. കൈ അയയുന്നതിനനുസരിച്ച് നമുക്കത് ബാലൻസ് ആയിട്ട് നമുക്ക് ആവുള്ളൂ. അല്ലാതെ ബാലൻസ് ആകണം നമ്മളിങ്ങനെ സ്റ്റിയറിംഗ് മുറുക്കം നിന്ന് കഴിഞ്ഞാൽ ബാലൻസ് ആകത്തില്ല. അപ്പൊ ഈ ഒരു അയവ് നമുക്ക് എന്ത് ചെയ്യണം, കിട്ടിയ ശേഷം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു വണ്ടി ട്രാഫിക് ബ്ലോക്കിൽ ചെന്നാലോ ഇടുങ്ങിയ സ്ഥലത്തോടെ ചെന്നാലോ പെട്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാകും ഇങ്ങനെ തിരിച്ചാൽ വരുമെന്നുള്ളത്. കാരണം ആ ഒരു ബോധ്യം തുടക്കക്കാരനെത്തുന്നില്ല, അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കിട്ടുകയില്ല. അവരെ തിരിക്കണം എന്നറിയാം, പക്ഷെ അവരുടെ കൈ എന്ത് ചെയ്യത്തില്ല, തിരിയത്തില്ല ആ സമയത്ത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ തിരക്കുകളിലൂടെയും അല്ലാതുപോലെ ചെറിയ വഴികളിലൊക്കെ ആദ്യമേ നമ്മൾ ഇതുകൊണ്ട് പോയി ഇങ്ങനെ സ്റ്റിയറിംഗ് കൊണ്ട് പോയി അതിന്റെ അറ്റത്താരയിൽ വന്ന് ചിലപ്പോൾ തൊട്ട്, ചിലപ്പോൾ വളവ് തിരിഞ്ഞില്ലെങ്കിലും ഒരാൾ തൊടാൻ കാണും സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിക്കാൻ. ആ സമയത്ത് നമുക്ക് എത്രത്തോളം തിരിച്ചെന്നോ എന്താണ് ചെയ്തുകൊണ്ടാണ് തിരിഞ്ഞു വന്നതെന്ന് അവർക്കൊരു ബോധ്യം കിട്ടാത്തതുകൊണ്ടാണ് പലർക്കും ആ ഒരു ബാലൻസ് ഒന്നും കിട്ടാത്തത്. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ തന്നെ, അപ്പൊ നമുക്ക് ഗ്രൗണ്ടിൽ ചെന്ന് ഇങ്ങനെ ഒരു ബാലൻസ് കിട്ടിയാൽ നമുക്ക് തന്നെ അറിയാം എന്റെ കൈ കൊണ്ട് തന്നെ ചെയ്താലേ തിരിയത്തുള്ളെന്നും ഞാൻ ഇത്രയും തിരിച്ചാലേ ഇന്നിടത്തോട്ട് വരുത്തുള്ളെന്നും നമുക്ക് തന്നെ ഒരു ബോധ്യം വന്നു കഴിയുമ്പോൾ നമുക്കൊരു തിരിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ മടിക്കത്തില്ല, നമ്മൾ ആരെ ആശ്രയിക്കത്തില്ല, നമ്മൾ തന്നെ എന്ത് ചെയ്യും, തിരിച്ചാലേ വരത്തുള്ളൂ എന്ന് മനസ്സിലാകുന്നത് നമ്മൾ തന്നെ പെട്ടെന്ന് നമ്മൾ ചെയ്തോളും. എന്നാലും നമുക്ക് എന്ത് ചെയ്തുള്ളൂ, ഒരു വാഹനം നമുക്ക് റോഡിലൂടെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റാതെ ഗിയർ മാറാനാണെങ്കിലും റോഡിലൂടെ നമുക്കൊരു വാഹനം തട്ടാതാണെങ്കിലും കൃത്യമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്ന വിചാരിക്കുന്ന എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അല്ല ഇനി ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് ചോദിക്കുന്നതാണ്. നിങ്ങൾ എന്താ യൂസ്ഫുൾ ആണെന്നത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.